നമസ്കാരം. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട കുറച്ചു പേർ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ശബ്ദം കുറവായിരുന്നു, അതാണ് ആദ്യ പരാതി. ഇന്നലെ മൈക്ക് കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിയതാണ്, ക്ഷമിക്കുക. രണ്ടാമതായി പറഞ്ഞ കാര്യം കുറച്ചുകൂടെ വ്യക്തമായി കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവുമായിരുന്നു എന്നതാണ്. അത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. 2024 നവംബർ മാസം 5 കേസുകൾ ഒരുമിച്ച് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നിലവിലുണ്ടായ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് എന്ന ചട്ടത്തിന് കുറച്ച് ഭേദഗതികൾ കൊണ്ടുവന്നു. ഒരു വിൽപ്പത്രം ഹാജരാക്കുന്ന സമയത്ത് അതിൻ്റെ മ്യൂട്ടേഷന് വേണ്ടി അഥവാ പോക്കുവരവിന് വേണ്ടി 15 ദിവസത്തെ സമയം എടുത്താൽ മതി, ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ തീർക്കണമെന്നതായിരുന്നു. അതിൽ കാര്യമായ ഒരു ഭേദഗതി ഹൈക്കോടതി വരുത്തി. 15 ദിവസം എന്നത് 30 ദിവസം എന്നാക്കി. കൂടാതെ മറ്റൊരു പ്രധാന കാര്യം കൂടെ ഹൈക്കോടതി പറഞ്ഞു. ഈ വിൽപ്പത്രം തയ്യാറാക്കുന്ന ആളിൻ്റെ അനന്തരാവകാശികളുടെ പേര് വിവരങ്ങൾ കൂടി നൽകണമെന്നുള്ളതാണ് പ്രധാനമായ ഒരു മാറ്റം. അങ്ങനെ പേര് വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് കൂടെ നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരുടെ ആക്ഷേപവും ഒബ്ജക്ഷനും ഒക്കെ കേട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കണമെന്നാണ് പോക്കുവരവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള പെൻഡിങ് കേസുകൾ കുറയ്ക്കുക എന്നതാണ്. വിൽപ്പത്രത്തെ സംബന്ധിച്ചുകൊണ്ട് ധാരാളം കേസുകൾ ട്രയൽ കോടതികളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ പെൻഡിങ് ആണ് എന്നുള്ളതാണ്. വിൽപ്പത്രം അനുസരിച്ച് പോക്കുവരവ് ചെയ്യുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതിന് ആക്ഷേപം ഉന്നയിച്ചേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനോട് നഷ്ടപരിഹാരം ചോദിക്കുന്ന അവസ്ഥ വരെ എത്തിയ കാര്യങ്ങൾ. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖകളാണ് ചർച്ചാ വിഷയം. ഗവൺമെന്റിൽ നിന്നും പബ്ലിക് മണി ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കുവാൻ സാധ്യമല്ല എന്നതാണ് പ്രധാനമായ ഒരു ആശയം. മാത്രവുമല്ല, പോക്കുവരവ് ചെയ്യുന്നതിലൂടെ അഥവാ മ്യൂട്ടേഷൻ ചെയ്യുന്നതിലൂടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു രേഖയായി അത് മാറുന്നില്ല. സർക്കാരിലേക്ക് ടാക്സ് സ്വീകരിക്കുവാനുള്ള ഒരു സംവിധാനം എന്നത് മാത്രമാണ് പോക്കുവരവിൻ്റെ പ്രധാന ഉദ്ദേശം. വിൽപ്പത്രമാണ് നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുള്ള രേഖ. ആധാരങ്ങൾ വേറെയുമുണ്ട്, വിൽപ്പത്രം മാത്രമല്ല. എന്നാലും ഇവിടുത്തെ ചർച്ചാ വിഷയം വിൽപ്പത്രമായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. മ്യൂട്ടേഷൻ ചെയ്യുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ നമുക്ക് ആക്ഷേപിക്കാമായിരുന്നു എന്ന ഒരു വാദം എടുക്കുവാൻ ഈ ഉത്തരവ് പ്രകാരം ആർക്കും സാധിക്കില്ല. ലീഗൽ ഹെയർസിന് അഥവാ അനന്തരാവകാശികൾക്ക് നോട്ടീസ് കിട്ടി അതിൽ ആക്ഷേപം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ പോക്കുവരവ് ചെയ്യുന്നുള്ളൂ. നോട്ടീസ് ബോർഡിലും ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യണമെന്നാണ് ചട്ടം. നോട്ടീസ് കിട്ടി ആരെങ്കിലും വരുന്ന പക്ഷം അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാം. ഇല്ലാത്ത പക്ഷം മ്യൂട്ടേഷൻ അഥവാ പോക്കുവരവ് ചെയ്യാം. ആക്ഷേപമുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിലേക്ക് പോകുവാൻ വേണ്ടി അവരെ സജസ്റ്റ് ചെയ്യണം എന്നതാണ് ഇതിലെ പ്രധാനമായ ഒരു നിർദ്ദേശമുള്ളത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം പിന്നീട് ഒരു ആക്ഷേപത്തിന് ഇടവരില്ല. അതുതന്നെയാണ് പ്രധാന ഗുണം. പിന്നീട് ചോദിക്കാവുന്ന ചോദ്യം, അനന്തരാവകാശികൾക്ക് മാത്രമാണോ വിൽപ്പത്രപ്രകാരം വസ്തു കൈമാറാൻ സാധിക്കുന്നത്? അല്ല, മറ്റു പലരിലേക്കും വസ്തു കൈമാറ്റം വിൽപ്പത്രം പ്രകാരം ചെയ്യാം. എങ്കിലും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ആയിരിക്കണം ചെയ്യേണ്ടത്. ഇതാണ് പ്രധാനമായ മാറ്റം. ഈ വിധിക്ക് ശേഷം പല ദുർവ്യാഖ്യാനങ്ങളും വിൽപ്പത്രത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. വിൽപ്പത്രം മൊത്തമായും അസാധുവായി, കയ്യിലുള്ള വിൽപ്പത്രം ഉപകാരമില്ലാത്തൊരു രേഖയായി, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതിൽ പറഞ്ഞ വസ്തു എല്ലാ അനന്തരാവകാശികളിലേക്കും വന്നു ചേർന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ലോൺ എടുക്കാൻ പോകുന്ന സമയത്ത് ലീഗൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നും ഹൊസ്യത്തിൽ എല്ലാ കക്ഷികളും ഒപ്പിടണമെന്നും ഒക്കെ പറയുന്ന ബാങ്കുകളുമുണ്ട്. അത്തരത്തിൽ വല്ല ബാങ്കുകാരും പറയുന്ന പക്ഷം അങ്ങനെ സംഭവമില്ല എന്ന് അവരോട് കൃത്യമായി പറയുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ
വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നതാണ്. 2024 നവംബർ മാസമാണ് ഈ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് ഈ ഉത്തരവിന്റെ പകർപ്പ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു അഭിഭാഷകനെ സമീപിച്ച് ഈ ഉത്തരവിന്റെ പകർപ്പ് എടുക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.